എന്നെ തള്ളണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. പറയാനുള്ള കാരണം, പകൽ സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തും, രാത്രി സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഓഫാകും. TVS ജംഗ്ഷനിൽ നിന്നും സൗത്ത് കളമശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലായി മെട്രോ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മീഡിയൻ ടൈലിട്ട് ഭംഗി കൂട്ടുകയും അതിനോട് കൂടെ തന്നെ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഒരു എയും പിയുടെ കുറവുകൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കത്തുന്നത്. രാത്രി 6 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ കത്തുന്നില്ല. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ രാത്രി സമയം 9 മണി കഴിഞ്ഞ് ഇതിവിടെ പ്രവർത്തിക്കുന്നില്ല. നല്ല ഭംഗിയിലൊക്കെയാണ് ഇത് ചെയ്തെങ്കിലും, പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു എൻജിനീയറാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടുന്ന് രാവിലെ പോന്നു, രാത്രിയായപ്പോൾക്കും നമ്മുടെ കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ വാച്ചിലെ ടൈം നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ നാട്ടുകാർ ഇരട്ടി തപ്പിയാണ്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പല പരാതികൾ പറഞ്ഞിട്ടും അത് നോക്കാം, ശരിയാക്കാം, പിടിക്കാം എന്ന് പറഞ്ഞിട്ടും ഒരു നടപടിയും ഇതുവരെ നടന്നിട്ടില്ല. നമുക്കിവിടെ തൊട്ടടുത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ചോദിക്കാം. ചേട്ടാ, ഈ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോഴാണ് കത്തുന്നതെന്ന് അറിയാമോ? രാത്രിയാണോ പകലാണ്? അവിടെയൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് രാവിലെ 6 മണി മുതലാണ് വർക്ക് ചെയ്യണുള്ളൂ. രാത്രി കത്താറില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റുള്ള ലൈറ്റുകൾ കൊണ്ടാണ് ഇവിടെ ഇത്രയും വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള കടകളിലൊക്കെ ലൈറ്റ് കിട്ടുന്നതാണ് ഇത്രയും വെട്ടവും കാര്യം. മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ രാവിലെ മാത്രമേ കത്തുള്ളൂ. രാത്രി അങ്ങനെ സംവിധാനം അങ്ങനെ കത്ര പരിപാടിയല്ലേ ഇല്ല. പകലും കത്തത്, രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കൂടുതൽ ഇരുട്ടും ഒക്കെ ഉള്ള ഭാഗമുണ്ട്. ആരും അത് കാണാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒന്നും തയ്യാറല്ല. നിങ്ങളെപ്പോലത്തെ മീഡിയക്കാർ ഇറങ്ങി ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഇരു സൈഡുകളിലും ഫുട്പാത്ത് പണിതിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ കാണുന്ന മാലിന്യങ്ങൾ, സൈഡിലുണ്ടായിരുന്ന കൊമ്പും ചില്ലകളെല്ലാം ഈ ആളുകൾ നടന്നു പോകുന്ന, യാത്രക്കാർ നടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇട്ടേക്കാണ്. നമുക്ക് കാണാം ഈ ഫുട്പാത്തിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള ടൈലുകൾ നിർമ്മിച്ച്, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് പോകാനുള്ള എല്ലാ ടൈലും നല്ല ഭംഗിയിൽ നല്ല വിലപിടിപ്പുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് തൊട്ടടുത്തുള്ള മരങ്ങളിൽ നിന്നുള്ള കൊമ്പും ചില്ലകളും കാടും ഇതെല്ലാം കിടക്കുകയാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരടക്കം ഇതിൽ കൂടി നടന്നു പോകുന്നതാണ്. ഒരു സുരക്ഷയും ഇവിടെ ഒരുക്കുന്നില്ല. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പോലും അവർക്കറിയില്ല. എന്തൊക്കെയോ ഒന്ന് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് പോയി. ഇത് കോൺട്രാക്ടറിൻ്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. നാട്ടുകാർക്കും സംശയം തന്നെ. ഇത് കണ്ടില്ലേ, നമുക്ക് കണ്ടറിയാം, ഒരു ഫുട്പാത്തിൻ്റെ മുകളിലാണ്. ഈ കൂടിയൊന്ന് കഴിഞ്ഞ ഒരു 1.5 മാസം 2 മാസമായിട്ടുള്ളൂ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട്. അപ്പോൾക്കും തന്നെ അതിൻ്റെ പുല്ല് പിടിച്ച് കൊമ്പും ചില്ലകളും ഒരാൾക്കും നടക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ ഫുട്പാത്ത് മാറി എന്നുള്ളതാണ്. അതായത് TVS ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനെ പറ്റി പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പുതിയ ക്യാമറകൾ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും സ്ഥാപിക്കാതെ ഉദ്യോഗസ്ഥല വീഴ്ചയാണ് ഇതിനൊക്കെ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് വേണ്ട നടപടി ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.